ഹായ് കൂട്ടുകാരെ, നമസ്കാരം. ഞാൻ കോച്ച് വിനീത്. ഇപ്പോൾ നിങ്ങൾ എൻ്റെ ആദ്യത്തെ വീഡിയോ കണ്ടു കാണുമല്ലോ, ഒരു ഇൻട്രൊഡക്ഷനും പിന്നെ നമ്മുടെ ഒരു ഫ്ലാഷ് ബാക്ക് ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ. ഇനി ഞാൻ മുമ്പിലേക്ക് പോവുകയാണ്. എൻ്റെ അടുത്ത ഈ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് ഓരോ ഗ്രൂപ്പുകളെ പറ്റിയാണ്. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോയിലേക്ക് സ്വാഗതം. നിങ്ങൾക്ക് എല്ലാവർക്കും ഇപ്പോൾ അറിയാമായിരിക്കുമല്ലോ, ജൂൺ 11-ാം തീയതിയാണ് വേൾഡ് കപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നത്. USA-യിലാണ്, മെക്സിക്കോ സിറ്റിയിലാണ് ആദ്യത്തെ മാച്ച്. അതിൽ മെക്സിക്കോയും സൗത്ത് ആഫ്രിക്കയും തമ്മിലാണ് മത്സരം നടക്കുന്നത്. അത് ഓൾറെഡി 2010 മെക്സിക്കോയും സൗത്ത് ആഫ്രിക്കയും തമ്മിൽ ഒരു മത്സരം നടന്നിട്ടുണ്ട്. അതിൽ 1-1 ആയിരുന്നു സ്കോർ. അത് ഹോം ടീമായിരുന്നു അന്ന് സൗത്ത് ആഫ്രിക്ക. ഇന്ന് ഹോം ടീമായിട്ട് വന്നിരിക്കുന്നത് മെക്സിക്കോ ആണ്. ഒരു കോമ്പിനേഷൻ ഉണ്ടല്ലേ. എന്തായാലും ഞാനിപ്പം എവിടെ നടക്കുന്നു അത് ആ ഡീറ്റെയിൽസ് ഒന്നും ഞാൻ പറയുന്നില്ല, കാരണം ഒരുപാട് വീഡിയോസിൽ ഒരുപാട് പേര് അത് പറയുന്നുണ്ടല്ലോ. ഞാൻ പറയാൻ പോകുന്നത് ഫുട്ബോളിനെ പറ്റിയാണ്. ഫുട്ബോളിനെ പറ്റി മാത്രമാണ് ഞാൻ പറയാൻ പോകുന്നത്. കളിയിൽ എന്ത് നടക്കാൻ പോകുന്നു, ആ ഗ്രൂപ്പിൽ മത്സരങ്ങളിൽ എന്ത് നടക്കാൻ സാധ്യതയുണ്ട് എന്നീ കാര്യങ്ങളാണ് ഞാൻ ഈ വീഡിയോയിൽ പറയാൻ ഉദ്ദേശിക്കുന്നത്. ചിലർ പറഞ്ഞേക്കാം ഇതൊരു ഭയങ്കര കട്ടിയുള്ളൊരു ഗ്രൂപ്പാണ്, അല്ലെങ്കിൽ ഭയങ്കര കോമ്പറ്റീറ്റീവ് മത്സരങ്ങൾ നടക്കാൻ പോകുന്ന ഒരു ഗ്രൂപ്പാണ്. ശരിക്കും പറഞ്ഞാൽ അങ്ങനെ ഒന്നുമില്ല. ഇതിൽ ഏത് ടീമാണോ ടോപ്പിൽ റാങ്കിങ്ങിലുള്ളത് ആ ടീമും ഏറ്റവും മുകളിൽ ഫിനിഷ് ചെയ്യും, ഫസ്റ്റ് ആയിട്ട് ഫിനിഷ് ചെയ്യും. രണ്ടാമതുള്ള ടീം രണ്ടാമത് ഫിനിഷ് ചെയ്യും, മൂന്നാമതുള്ള ടീം മൂന്നാമത് ഫിനിഷ് ചെയ്യും. ഏറ്റവും ലോ റാങ്കിങ് ഉള്ള ടീം, അതായത് സൗത്ത് ആഫ്രിക്ക, 60ാമത്തെ റാങ്കിങ് ആണ് സൗത്ത് ആഫ്രിക്ക ഔട്ടാവും. അതാണ് ഞാൻ പറയുന്നത്. എങ്ങനെയാണെന്നല്ലേ പറഞ്ഞുതരാം. ഫസ്റ്റ് ടീം, അതായത് മെക്സിക്കോ ഇതുവരെയുള്ള എല്ലാ ലോകകപ്പുകളിലും 18 ലോകകപ്പുകൾ കളിച്ചിട്ടുള്ള ഒരു ടീമാണ് മെക്സിക്കോ മിക്ക റൗണ്ടുകളിലും രണ്ടാമത്തെ റൗണ്ടിലോട്ട് പോകാറുണ്ട്. കഴിഞ്ഞ വർഷം അവർ പോയില്ല. അതിന് പ്രത്യേക കാരണമുണ്ട്. ആ ഗ്രൂപ്പ് കണ്ടാൽ അറിയാം എന്തുകൊണ്ടാണ് അവർ കഴിഞ്ഞ വർഷം സെക്കൻഡ് റൗണ്ടിൽ പോകാതിരുന്നത് എന്നുള്ളത്. പിന്നെ അവരിപ്പോൾ 15ാം റാങ്കിലാണുള്ളത്. ആ ഗ്രൂപ്പിൽ 2ാം സ്ഥാനക്കാരായി ഫിനിഷ് ചെയ്യാൻ സാധ്യതയുള്ളത് സൗത്ത് കൊറിയയാണ്. സൗത്ത് കൊറിയ 25ാം റാങ്കിലാണുള്ളത്. മൂന്നാമതായിട്ട് വരാൻ സാധ്യതയുള്ളത് ചെക്ക് റിപ്പബ്ലിക്കാണ്. ചെക്ക് എന്ന് പറയുന്നത് ഡെൻമാർക്കിനെ പരാജയപ്പെടുത്തി പ്ലേ ഓഫിൽ വഴി ഡെൻമാർക്കിനെ പരാജയപ്പെടുത്തി വന്ന ടീമാണ്. അവർ പൊട്ടൻഷ്യലുള്ള ടീമാണ്. നിങ്ങൾക്കറിയാലോ, പാട്രിഷിക്, സുസെക് പോലുള്ള പ്ലെയേഴ്സ് ഉള്ള ഒരു ടീമാണ്. അവർ മൂന്നാമതായിട്ട് ഫിനിഷ് ചെയ്ത് അടുത്ത റൗണ്ടിലേക്ക് പോകാനാണ് സാധ്യത. റൗണ്ട് ഓഫ് 32-ൽ ബെസ്റ്റ് 3 പൊസിഷനിൽ വരുന്ന 8 ടീമുകളായിരിക്കും ഉണ്ടാവുക. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഗ്രൂപ്പിൽ ഏറ്റവും നിർണായകമായ മത്സരം നടക്കാൻ പോകുന്നത് ചെക്ക് റിപ്പബ്ലിക്കും സൗത്ത് കൊറിയയും തമ്മിലുള്ള മത്സരമാണ്. നിങ്ങൾക്കറിയാമല്ലോ, കഴിഞ്ഞ വർഷം സൗത്ത് കൊറിയ ഖത്തറിൽ അടിപൊളി പെർഫോമൻസ് ആയിരുന്നു. യുറുഗ്വേനെ 0-0 പിടിച്ചു. രണ്ടാമത്തെ മത്സരത്തിൽ ഖാനയോട് നേരിയ വ്യത്യാസത്തിൽ തോറ്റു, 3-2 പിന്നെ പോർച്ചുഗലിനെ 2-1 തോപ്പിച്ച ടീമാണ് അവർ. ഇപ്പോഴത്തെ പ്രസന്റ് ഫോം നല്ല ഫോമാണ്. പിന്നെ മെക്സിക്കോയ്ക്കാണെങ്കിൽ പോലും അവർ നല്ല ടഫ് കോമ്പറ്റീഷൻ കൊടുക്കാൻ സാധ്യതയുണ്ട്. എങ്കിൽ പോലും മെക്സിക്കോ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കഴിഞ്ഞ ഈ 2026-ൽ അവർ ഒരു മത്സരം പോലും തോറ്റിട്ടില്ല. 2 ഡ്രോയും 3 വിന്നും ഉണ്ട് അവർക്ക്. മാത്രമല്ല കോൺകക്കാഫ് ഗോൾഡ് കപ്പ് വിൻ ചെയ്ത ടീമാണ്. അവരുടെ ഏറ്റവും എക്സ്പീരിയൻസ് ആയിട്ടുള്ള, വളരെ ലെജൻഡറി ആയിട്ടുള്ള പ്ലെയർ റാഫേൽ മാർക്കസ് അവരുടെ അസിസ്റ്റന്റ് കോച്ചായിട്ടുണ്ട്. പക്ഷെ അവരുടെ കോച്ച് ഏറ്റവും കൂടുതൽ വിൻ ചെയ്തിട്ടുള്ള ഹിസ്റ്റോറിക്കലായിട്ടുള്ള ഒരു കോച്ചാണ് അഗ്വേർ എന്ന് പറയുന്നത്. പിന്നെ അവർ ടോപ്പിൽ ഫിനിഷ് ചെയ്യുന്നുള്ളതാണ് ഇപ്പോഴത്തെ എല്ലാ സാഹചര്യങ്ങളും വെച്ച് നോക്കുമ്പോഴത്തേക്കുള്ളത്. അവർ 3 കളിയും ജയിച്ചിട്ട് പോകും. അവർ ഏറ്റവും കുറഞ്ഞത് 6 ഗോൾ. സൗത്ത് കൊറിയ എങ്ങനെ രണ്ടാമത് വരും എന്ന് ആലോചിക്കുന്നവർക്കൂടി ഞാൻ മറുപടി പറയാം. നിങ്ങൾക്കറിയാമോ, ഇപ്പോൾ നടക്കാൻ പോകുന്ന UCL ഫൈനലിൽ, അതിന് മുമ്പ് നടന്ന സെമി ഫൈനലിൽ സൗത്ത് കൊറിയയിലെ 2 പ്ലെയേഴ്സ് ടോപ്പ് 2 ടീമുകളുണ്ടായിരുന്നു. ബയൺ മ്യൂണിക്കിലും അറിയില്ല. ഈ ആള് PSG-യിൽ ഒരു മിഡ്ഫീൽഡർ ആണെന്നുള്ള കാര്യം അറിയോ? അവരുടെ ഏറ്റവും ക്രിയേറ്റീവ് പ്ലെയറിൽ ഒരാളാണ്. പിന്നെ അതേപോലെ തന്നെ PSG-യുടെ പ്ലെയറും അതേപോലെ തന്നെ ബയൺ മ്യൂണിക്കിന്റെ പ്ലെയറും അവരുടെ ഫസ്റ്റ് ലെവലിൽ ഉണ്ടായിരിക്കും. ബയൺ മ്യൂണിക്കിന്റെ സെൻട്രൽ ഡിഫൻഡർ. അതേപോലെ തന്നെ അവരുടെ 16 പ്ലെയേഴ്സാണ് യൂറോപ്പിലെ ടോപ്പ് കൺട്രീസിൽ, ടോപ്പ് ലീഗുകളിൽ കളിച്ചുകൊണ്ടിരിക്കുന്നത്. അതാണ് അവരുടെ സ്ട്രെങ്ത് എന്ന് പറയുന്നത്. അവർ ഏത് ടീമിനെയും തടുക്കാനും അടിക്കാനും പറ്റിയ ടീമാണ്. എൻ്റെ ഒരു കാൽക്കുലേഷൻ വെച്ചിട്ടാണെങ്കിൽ അവർ തന്നെ ഏറ്റവും സ്ട്രോങ് ടീമുകളിലൊന്നാണ്. 16 പ്ലെയേഴ്സ്, ഇപ്പോൾ ഉള്ള സ്ക്വാഡിലുള്ള 16 പ്ലെയേഴ്സോളം യൂറോപ്പിലാണ് കളിക്കുന്നത്. അതും നല്ല കിടിലൻ പെർഫോമൻസ് ആണ് എല്ലാവരും. പിന്നെ സോന്റെ കാര്യം അറിയാമല്ലോ, എല്ലാവർക്കും അറിയാവുന്ന ഒരു പ്ലെയറാണ്, ക്വാളിറ്റി എന്താണെന്നുള്ളത്. അപ്പോൾ അവർ ചിലപ്പോൾ ക്വാർട്ടർ ഫൈനലിൽ വരെ എത്താൻ സാധ്യതയുണ്ട്. ക്വാർട്ടർ ഫൈനലിൽ ചിലപ്പോൾ ഹോളണ്ടിനെതിരെ കളിക്കാനാണ് സാധ്യത. റൗണ്ട് ഓഫ് 32 സ്വിറ്റ്സർലൻഡിനെതിരെ കളിക്കാനാണ് സാധ്യത. എന്തായാലും
ഇതായിരിക്കും ഫസ്റ്റ് ഗ്രൂപ്പ് എയിലുള്ള ഒരു സ്റ്റാൻഡിങ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ മാച്ചസ് ഇങ്ങനെയായിരിക്കും വരിക. ഓക്കെ, അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഞാൻ എന്തെങ്കിലും പറഞ്ഞതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായം, വേറെ എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ അത് കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.